ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ഇന്ന് ഇച്ചിരി മുരൽ കിട്ടി. മുരൽ ചിലർ മുരലെന്ന് ഇവിടെയൊക്കെ മുരലെന്ന് പറയും, ചിലർ കോലാന്ന് പറയും. അതൊന്ന് വെട്ടിയെടുത്ത് ഒന്ന് പീര വറ്റിക്കാൻ പോവാം. പീര വറ്റിക്കാൻ അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. മീനെല്ലാം ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പീര വറ്റിക്കേണ്ടത് കൊണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഈ പരുവത്തിൽ അരിഞ്ഞെടുക്കണം. വലിയ തുണ്ടോ ആകരുത് പീര വറ്റിക്കാൻ, അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, 3-4 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി. പീര വറ്റിക്കുന്നതിന് ഒരുപാട് മുളക് പൊടി വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടി. ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം. വേണ്ടി ഇതിലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മീൻ നമുക്ക് കഴുകി ഇടാം. മീനെല്ലാം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ അരപ്പെല്ലാം കൂടെ ഇടാം. രണ്ട് 3 കഷ്ണം തൂട്ടുപുളി ഈ പരുവത്തിൽ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ ഇടാമെങ്കിൽ പുളി ഇതിനകത്തുള്ളതും അറിയത്തില്ല, പുളി ഇറങ്ങുകയും ചെയ്യും. പുളിക്ക് നമുക്ക് ലാഭം ഒരുപാടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ ഉപ്പ്, ശകലം പച്ച വെളിച്ചെണ്ണ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇതിന് നെയ്യുള്ള മീനാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. അല്ലെങ്കിൽ നെയ്യുള്ളതാണെങ്കിൽ ഇത് തിളയ്ക്കുമ്പോൾ നെയ്യെല്ലാം കൂടെ ഇറങ്ങി ഒരുപാട് വെള്ളം വരും. ഈ മീനാണെങ്കിൽ നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ വെക്കുന്നുള്ളൂ. ഇത്രയും വെള്ളമേ വെച്ചിട്ടുള്ളൂ. ഇത് തിളയ്ക്കുമ്പോൾ ഇനിയും വെള്ളം വരും, നെയ്യുള്ളത് കൊണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇനി അടപ്പത്തോട്ട് വെക്കാം. മീൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് വേണം ഇത് പറ്റിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളവും പറ്റും, മീൻ വേവത്തില്ല, അടിക്ക് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേവിക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇത് വേവട്ടെ. നമ്മുടെ കൂട്ടാനെല്ലാം തിളച്ചിട്ടുണ്ട്. അത്ര ഇച്ചിരിയും വെള്ളം വെച്ചോളൂ. കണ്ട തിളച്ചപ്പോഴത്തേക്ക് വെള്ളം ഉണ്ട്. നെയ്യായിട്ടാണ് ഇത്രയും വെള്ളം വരുന്നത്. അല്ല, നെയ്യ് ഉള്ള മീൻ ടേസ്റ്റും കൂടുതലാണ്. നെയ്യ് ഇറങ്ങി വരുമ്പോൾ വെള്ളവും കൂടുതലാണ്. ഇനി അവിടെ ഇരുന്ന് ചെറിയ തീയിൽ നല്ലതുപോലെ പറ്റിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പീരയെല്ലാം പറ്റി റെഡിയായി. കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ എല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ചോറുണ്ണാൻ എല്ലാവരും വരാവോ? നമുക്ക് ചോറുണ്ണാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ. ബായ്.